എങ്ങനെയുണ്ട്? എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മള് വെറൈറ്റി ആയിട്ട് ഒരു ടൂർ പോകണം കേട്ടോ. ഭയങ്കര വെറൈറ്റിയാണ്. എപ്പോ ടൂർ പ്ലാൻ ചെയ്താലും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു വെറൈറ്റി സ്ഥലം പിടിക്കണമെന്ന് വിചാരിച്ചായിരിക്കും പ്ലാൻ ചെയ്യണം. അവസാനം അത് മൂന്നാർ എത്തിച്ചേരും. അത് എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ജാതകവശാലൊരു കുഴപ്പമുണ്ട്. പക്ഷെ ഇപ്പൊ മൂന്നാറ് വട്ടവടയിലേക്കാണ് പോണത്. പക്ഷെ മൂന്നാറിന് ഒരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ചാ നമ്മൾ എത്ര പ്രാവശ്യം പോയാലും വെറൈറ്റി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ് മൂന്നാർ. അപ്പൊ 10, 15, 20 പ്രാവശ്യമാണെങ്കിലും മൂന്നാർ പോകാം. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പെരുമ്പാവൂര് കഴിഞ്ഞ് കുറുപ്പുംപടിയൊക്കെ കഴിഞ്ഞ് അവിടം വരെ എത്തി. മൂന്നാർക്ക് ടൂർ പോകുമ്പോ വ്യത്യസ്തത വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഈ റൂട്ട് ഗൂഗിൾ മാപ്പിലുണ്ട്. കിലോമീറ്ററും കുറവാണ്, എന്നാലും അധികം ആർക്കും അറിയാത്ത ഒരു വഴിയാണിത്. വെറൈറ്റി ഒരു വഴിയാണ്. ഈ വഴി വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. ഇല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. വെൽക്കം ടു ഇടുക്കി. ഇത് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. വലിയ ശക്തിയൊന്നും ആയിട്ടില്ല ഇപ്പൊ, അതിനുള്ള മഴയൊന്നും ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. എന്നാലും സഞ്ചാരികൾക്ക് യാതൊരു കുറവുമില്ല. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്. എറണാകുളത്ത് നിന്ന് എല്ലാവരും സാധാരണ മൂന്നാർ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നേര്യമംഗലം, അടിമാലി നിന്ന് മൂന്നാർ, ഇതാണ് സാധാരണ റൂട്ട്. ഈ റൂട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഹോളിഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല സീസൺ ടൈം ആണെങ്കിൽ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റൂട്ടാണിത്. പിന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് വെറൈറ്റി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ വഴിയാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും മച്ചിപ്ലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ മച്ചിപ്ലാവില് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ ഒരു ഷോപ്പുണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ലെഫ്റ്റിലേക്ക് മേളിലേക്ക് കയറി കിടക്കണ ഒരു വഴി, അതായത് സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് ഉണ്ട്. ഈ കാണുന്നതാണ് പള്ളി. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ വഴി നല്ല കയറ്റമാണ്, വീതി കുറവാണ്. അധികം വണ്ടികളൊന്നും ഈ വഴി വരാറില്ല. എന്നാലും വലിയ വണ്ടികളൊക്കെ ഓപ്പോസിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിമുടക്കാവും. കാരണം വീതി കുറവായതുകൊണ്ട് കുറച്ച് കുഴപ്പമാകാൻ സാധ്യതയുള്ള ഒരു വഴിയാണിത്. പിന്നെ ഇങ്ങനെയുള്ള വഴികൾ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഒരു വണ്ടി കയറ്റം കയറി വരികയും നമ്മൾ ഇറങ്ങിയാണ് പോണതെങ്കിൽ കയറ്റം കയറി വരുന്ന വണ്ടിക്ക് നിർത്താതെ കയറി പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതായത് നമ്മൾ ഇറങ്ങി പോകണമെങ്കിൽ നമ്മളുടെ വണ്ടി നല്ലോണം അങ്ങ് ഒതുക്കി അങ്ങ് കൊടുക്കുക. കയറ്റം കയറി വരുന്ന വണ്ടി ചിലപ്പോൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് കയറാൻ നല്ല പണിമുടക്കാവും. ചില വണ്ടികൾ കയറി കിട്ടാൻ ഇങ്ങനെ പാടാം. ഒന്ന് കയറി തുടങ്ങിയാൽ പിന്നെ അവനങ്ങ് കയറിക്കോളുമെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഒരു പണിമുടക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മര്യാദ എല്ലാവരും കാണിക്കണത് ഇങ്ങനെയുള്ള വഴിയിൽ വലിയ തടസ്സമില്ലാണ്ട് പോകാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഞാനീ പറഞ്ഞത് നമ്മളുടെ സാധാരണ കാറിന്റെ കാര്യമാണ് കേട്ടോ. ജിമിനിയും താറും പിന്നെ പജീറോ, ഫോർച്യൂണർ അങ്ങനെയൊക്കെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികൾക്കും 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾക്കും ജീപ്പിനൊന്നും ഇതൊന്നും ബാധകമല്ല കേട്ടോ. എങ്ങനെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഒക്കെ അത് നിന്നെടുത്തൊന്നും നല്ല സുഖമായിട്ട് എടുത്ത് പൊക്കോളും. എന്റെ പൊന്നു ഇതിൽ കൂടിയാണ് എല്ലാ ദിവസവും വരുന്നത്. പണി തുടങ്ങി. ഞാൻ ഇത്ര നാളെ വണ്ടി ഓടിച്ചിട്ട് ഏറ്റവും വലിയ കയറ്റം കിലോമീറ്റേഴ്സ് ഇതാണ് കേട്ടാ. ഈ റൂട്ട് കിലോമീറ്റർ ഭയങ്കര കുറവാണ്, പക്ഷെ ആരും അങ്ങനെ ചൂസ് ചെയ്യാത്തൊരു റൂട്ടാണിത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഭയങ്കര കയറ്റമാണ് ഈ വഴി. വന്ന വഴിയായി കണ്ടില്ലേ, 2 വണ്ടിക്കാരെ കാണാനില്ല. എന്തോ വന്നുണ്ട്.
ആ ആ കേറി പോവാ. എങ്ങനെയുണ്ട്? മൂന്നാറ് സ്ട്രേറ്റ്. ഈ ബോർഡിൽ പറഞ്ഞേക്കണ പ്രകാരം മൂന്നാറും കല്ലാറും നേരെ പോണം, മാങ്കുളം ആനക്കുളം ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും അഡ്വഞ്ചർ മതി, ഈ കയറ്റമൊക്കെ മതിയായെങ്കിൽ നേരെ പോവുക. നേരെ പോയാൽ മാങ്കുളം കല്ലാറ് റൂട്ടിലെത്തും. അവിടെ നിന്ന് അടിമാലി ടൗൺ കഴിഞ്ഞിട്ട് ഉള്ള മൂന്നാർ റൂട്ടിലെത്തും. അപ്പോൾ അടിമാലി ടൗൺ ടച്ച് ചെയ്യണ്ട. അതല്ലാണ്ട് അടിമാലി സാധാരണ പോകണ മൂന്നാർ റൂട്ടിൽ കൂടെ പോയിട്ട് മൂന്നാർ എത്താൻ പറ്റും. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മാങ്കുളം ഭാഗത്തേക്കാണ് പോണത്. മാങ്കുളം റൂട്ട് പോയിട്ട് ആനക്കുളത്തോട്ടൊന്നും പോകാതെ അവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ എത്താനുള്ള പരിപാടിയിലാണ്. അത് ഇതിലും വലിയ ടാസ്ക് ആണ് കേട്ടോ. ഇനി ചേട്ടാ ലക്ഷ്മി എസ്റ്റേറ്റ് അങ്ങോട്ടാണോ? എങ്ങോട്ടാ ലക്ഷ്മി എസ്റ്റേറ്റ്? ആ കണ്ടു നമ്മുടെ ആൾക്കാരാ, നമ്മുടെ പിള്ളേരാ. ആ ഓക്കെ. ഇവിടെ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈലിന് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യൂല. അപ്പൊ ചോദിച്ചു പോകലൊക്കെ ഇവിടെ നടക്കുള്ളൂ. ഇത്രയും ദൂരം നമ്മൾ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആയിക്കൂടി കയറ്റം എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതല്ല, റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മോശമാണ്. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കള്ളും വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കള്ളിന്റെ മണം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. മാങ്കുളം ലെഫ്റ്റ് ആണ്, മൂന്നാറും ലെഫ്റ്റ് ആണ്, കല്ലാർ. ഇതാണ് സംഭവം. ഡോക്ടറല്ല. ഇതാണ് ഈ വഴി വന്നാലുള്ള വേറൊരു ഗുണം. നമ്മൾ സാധാരണ മൂന്നാർ പോകുമ്പോ അവിടത്തെ ബ്ലോക്കും കുരിശൊന്നും കണ്ട് വെറുതെ മരവിക്കണ്ട. ഇവിടെ നല്ല മനോഹരമായ വഴിയിലൂടെ മൂന്നാറെത്താം. ബ്ലോക്കും ഇല്ല, കിലോമീറ്ററും കുറവാണ്. പിന്നെ കുറച്ച് കയറ്റമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടി അല്ലെങ്കിൽ പണിമുടക്കാവും. ചീവീടിന്റെ ശബ്ദം നാടുകളിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന സൗണ്ടാണ്. നിന്റെ വീട്ടിൽ വരുമ്പോ ചീവീടിന്റെ സൗണ്ട് കേൾക്കാറുണ്ടല്ലോ. മഴക്കാലത്ത് എല്ലാ ദിവസവും ഇല്ല, മഴക്കാലത്ത്. ഇവിടം തുടങ്ങിയാണ് ഇവിടെ ടീ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളതാ. അത് ഇരുണ്ടിരിക്കണം. ഈ ഭാഗത്തോട്ടൊന്നും ടീ എസ്റ്റേറ്റ് ഇല്ല. ഇവിടം തുടങ്ങി അങ്ങാട് അതിമനോഹരമായ ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് പണ്ട് ഇവിടെ നിന്ന് ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഷർട്ടിനെ കാണാനല്ലോ. You have a 3 missed calls from 99. The last 11 മണിക്ക് ഡോക്ടറിന്റെ നമ്പർ ആണല്ലോ. എവിടെ വിളിച്ചു നോക്കി? ഫോണും ഫോണില്ല. ഇവിടെ നിർത്തണ്ട എവിടെയെങ്കിലും. ശരിയാണ്, സ്റ്റേജിലോണ്ട് നിർത്തിയില്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ഇതൊന്നുമല്ല. ലക്ഷ്മി എസ്റ്റേറ്റിന്റെ കളി തുടങ്ങാൻ പോണേള്. ഇത് മാങ്കുളം വഴിയാണ്. കേട്ടില്ലേ നീ? നെറ്റ് വേണ്ടേ? ഇപ്പൊ നെറ്റ് ഉണ്ടോ? ഇപ്പൊ മെസ്സേജ് വന്നതാ. ശരിയല്ല, പറ്റിക്കണാടി. പറഞ്ഞോണ്ടിരുന്നപ്പോഴേ വന്നത്. നമ്മളിപ്പോ മാങ്കുളം ആനക്കുളം റൂട്ടിലായിരുന്നു. ആനക്കുളത്തോട്ട് പോണ വഴിയായിരുന്നു ഇത്ര നേരം വന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് പോകേണ്ടത്. കല്ലൊക്കെ മറിഞ്ഞ വീഴോ ദൈവമേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ കിടക്കണാണ്. ഇഷ്ടം പോലെ കിലോമീറ്ററുകളോളം ദൂരം വിസ്തൃതിയുള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണിത്. എന്താണ് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടിട്ടേക്കണം? ഈ I-20 ഇവിടെ കുറെ നേരമായിട്ട് പെട്ട് കിടക്കണേണ്. ഈ റോഡ് ഉടനീളം
കുറേ ഭാഗങ്ങളിൽ മോശമാണെങ്കിലും ഈ വഴിയിൽ ഏറ്റവും മോശമുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ക്യാമറയെ കൂടെ നോക്കുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമൊന്നും തോന്നണില്ലെങ്കിലും ഇത് അത്യാവശ്യം കയറ്റമുണ്ട്, റോഡും മോശമായി കിടക്കണേ. അപ്പോൾ അടി തട്ടും. അതുകൊണ്ടാണ് ഈ I-20കാരൻ വളരെ സൂക്ഷിച്ചെടുക്കണം. ഞാൻ കുറച്ച് ചവിട്ടി അടി ചെറിയ തട്ടിയെങ്കിലും കുറച്ച് ചവിട്ടി പിടിച്ചെടുത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഭാഗ്യത്തിന് കയറി പോന്നു. വഴി മോശമാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി തന്നെ പോകുന്നത്. ഈ ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ടിന്റെ മനോഹാരിത ഇതാണ്. അല്ല പൊള്ളി റൂട്ടാണ്, പക്ഷെ റോഡ് ചില സ്ഥലത്ത് പൊളിഞ്ഞ് പണ്ടാറടങ്ങി കിടക്കാം. ഡോക്ടർ നമ്മുടെ കൂടെ വന്നിട്ട് വഴിതെറ്റി വേറെ റൂട്ടിൽ പോയിട്ട് മൂന്നാർ എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 വണ്ടി മാത്രമേ ഉള്ളൂ. ഈ വഴി കൂടി വരുമ്പോൾ ശരിക്കും കിലോമീറ്റർ കുറവാണ്, പക്ഷെ മറ്റേ സാധാരണ വഴിനെക്കാട്ടിയും സമയം കൂടുതലെടുത്തിട്ടാണ് നമ്മൾ മൂന്നാർ എത്തുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല. 1 നല്ല കയറ്റമാണ്, 2 ഇവിടുത്തെ റോഡ് കുറച്ച് മോശമാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ ഈ പ്രദേശം സ്ഥിരമായിട്ട് ആനശല്യവും കൂടിയുള്ള ഒരു പ്രദേശവും കൂടിയാണ്. ഇവിടെ ജീപ്പ് ട്രക്കിംഗ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ ജീപ്പ് ട്രക്കിങ്ങിന് വരാറുണ്ട്. അവരുടെ കാറുകളാണ് ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കണം. നമ്മൾ വന്ന വഴിയിലൂടെ അല്ലട്ടാ ഈ ആൾക്കാരൊന്നും വന്നത്. ഇവര് വന്നേക്കണത് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്നാണ് വന്നേക്കണത്. നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. നമ്മൾ വന്ന വഴിയിലൂടെ നോർമലി ആരും അങ്ങനെ വരാറില്ല. ഈ റൂട്ട് സത്യത്തിൽ കാറുകൾക്ക് ഒട്ടും അനുയോജ്യമല്ല കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറും ഇല്ലെങ്കിൽ ഈ റൂട്ട് ചൂസ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനത്തെ മനോഹരമായ റൂട്ടുകളിലും അല്ലെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലത്തും നമ്മളുടെ സാധാരണ കാറ് കയറാൻ പറ്റാത്ത ടൈപ്പ് റോഡ് ഒന്നില്ലെങ്കിൽ മൊത്തം മോശം, അല്ലെങ്കിൽ കുറച്ചൊരു ഭാഗമെങ്കിലും കുത്തിപ്പൊളിച്ച് മോശമാക്കി ഇടുന്ന ഒരവസ്ഥ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഒരു സ്ഥലത്തല്ല, എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത് ജീപ്പ് ട്രക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നശിപ്പിച്ചിട്ടേക്കണാണ്. നമ്മളിപ്പോൾ ടൗൺ എത്താറായി. നമ്മൾ ഈ വഴി ചെന്ന് മുട്ടണത് അടിമാലി ഭാഗത്ത് നിന്ന് വരുമ്പോൾ KSRTC സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ വഴി എന്ന് മുട്ടണത്. സംഗതി വഴി കൊള്ളൂല എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു തവണയെങ്കിലും ഈ വഴി ഉറപ്പായിട്ടും വരേണ്ട ഒരു വഴി തന്നെയാണ് കേട്ടത്. നല്ല സൂപ്പർ വഴിയാണത്. വട്ടവടയിലെ വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.